നമ്മുടെ ടാറ്റയുടെ കാർ എടുത്ത് കഴിഞ്ഞാൽ 3 വർഷമേ നമുക്ക് വാറണ്ടി എടുത്തുള്ളൂ. 3 വർഷം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ 2 വർഷത്തേക്ക് നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 2 വർഷത്തെ വാറണ്ടി എക്സ്റ്റെൻഡിൽ നമുക്ക് എന്തൊക്കെയാണ് കവേഡ് ആവുന്നത്, അത് എവിടെയൊക്കെയാണ്? അപ്പോൾ ടാറ്റയുടെ ഓൾ ഇന്ത്യ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെയാണ് പാർട്സ്. അപ്പോൾ ഞാൻ ചില വീഡിയോസ് കണ്ടു, ചില ആൾക്കാർ തെറ്റായുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാറണ്ടി ഇപ്പോൾ 2 വർഷത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 10% ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 10% കണ്ട് കുറവുണ്ട്. ഏകദേശം 3 ദിവസം കൊണ്ട് 3 ദിവസം ഉള്ളൂ ആ ഓഫർ. അപ്പോൾ മേജർ പാർട്സ് കവേഡ് ടാറ്റ കൂളിംഗ് സിസ്റ്റം, റേഡിയേറ്റർ, കൂളർ പമ്പ്, മെയിൻ ബാറ്ററി, ട്രാക്ഷൻ മോട്ടോർ, ഓക്സിലറി ടാങ്ക്. സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ ആണെങ്കിൽ റാക്ക് ആൻഡ് പിനിയോൺ, സ്റ്റിയറിംഗ് ബോക്സ്, കോളം, ഷാഫ്റ്റ് ബിയറിംഗ്, കപ്ലിംഗ്, മോട്ടർ, സെൻസർ, ഗിയർ ആൻഡ് EPS മോഡൽ. ഫ്രണ്ട് വീൽ ഡ്രൈവ്, ഡ്രൈവ് ഷാഫ്റ്റ് ആൻഡ് കപ്ലിംഗ്, കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിൻസ്, ഹബ്ബ്, ഡ്രൈവ് ഫ്ലാങ്, ട്രാൻസ്ഫർ കേസ്. ചാർജിങ് ആൻഡ് പവർ സിസ്റ്റം ആണെങ്കിൽ ചാർജിങ് സോക്കറ്റ്, HV ലൈൻസ്, പവർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ്, DC കൺവെർട്ടർ ഓൺ ബോർഡ്, ചാർജർ 3-in-1 യൂണിറ്റ് ആസ് ആപ്ലിക്കബിൾ, VECU. പിന്നെ ബ്രേക്ക് സിസ്റ്റം ആണെങ്കിൽ ബ്രേക്ക് കാലിബർസ്, ഡ്രം, ഡിസ്ക്, എക്സ്ക്ലൂഡ് ബ്രേക്ക് പാഡ്സ്, ലൈനേഴ്സ്. എനി ക്ലെയിം ഈസ് ലിമിറ്റഡ് ടു 1 lakh kilometer ഓൺലി. അതെന്ന് വെച്ചാൽ ഈ ക്ലെയിംസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററിനകത്തേ ഉള്ളതാണ്. പിന്നെ സെർവോ മാസ്റ്റർ സിലിണ്ടർ, വീൽ സിലിണ്ടർ, വാക്കം പമ്പ്, ഹാൻഡ് ബ്രേക്ക് ലീവർ ആൻഡ് റാച്ചറ്റ്, ABS, ECU വിത്ത് മോഡുലേറ്റർ, വീൽ സ്പീഡ് സെൻസർ, ബ്രേക്ക് പെഡൽ സ്വിച്ച്. സസ്പെൻഷൻ്റെ കാര്യമാണെങ്കിൽ ഷോക്ക് അബ്സോർബർ, കൺട്രോൾ ആംസ്, അപ്പർ ആൻഡ് ലോവർ വിഷ് ബോൺസ്, സ്പ്രിംഗ് സബ് ഫ്രെയിം. എനി ക്ലെയിം ഈസ് ലിമിറ്റഡ് ടു 1 lakh kilometer ഓൺലി. ഇലക്ട്രിക്കൽസ് വൈബർ ആൻഡ് വാഷർ മോട്ടർ, വിൻഡോ മോട്ടർ, ഫാൻ മോട്ടർ, പിന്നെ പാനൽ സ്വിച്ചസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്, ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റം, ബോഡി കൺട്രോൾ മൊഡ്യൂൾ, പിന്നെ ആംബിയൻ ടെമ്പറേച്ചർ സെൻസർ, റെയിൻ ലൈറ്റ് സെൻസർ, റിയർ വ്യൂ ക്യാമറ, വിൻഡോ വിൻഡിങ് കൺട്രോള്, ഡോർ ലാച്ചസ്. എയർ കണ്ടീഷൻ ആണ് AC കംപ്രസർ, കണ്ടൻസർ, ഇവാപറേറ്റർ, AC കൺട്രോൾ പാനൽ, തെർമൽ എക്സ്പാൻഷൻ വാൽവ്, ബ്ലോയർ, മോട്ടർ, ഹീറ്റർ യൂണിറ്റ്, പ്രഷർ സ്വിച്ച്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ച്. ഇത്രയും കാര്യങ്ങളാണ് മേജർ പാർട്സ് കവേഡ് ആയിട്ടുള്ള നമ്മുടെ 2 വർഷത്തെ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബില്ലാണ് നമുക്ക് വരിക. ഇതൊരു ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ ഒരു ബില്ലാണ് നമുക്ക് വരുന്നത്. നമ്മളെ ഇപ്പോൾ 2 വർഷത്തെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വണ്ടി നമ്പറിലല്ല വരുന്നത്, വണ്ടിയുടെ ചേസ് നമ്പറിലാണ് ബില്ല് വരുന്നത്. നമ്മുടെ അഡ്രസ്സൊക്കെ വെച്ച് ചേസ് നമ്പറിലായിരിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബില്ല് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. ഇത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തേക്ക് 1 ലക്ഷം കിലോമീറ്ററിനടുത്താണ് 1 ലക്ഷം കിലോമീറ്ററിനകത്താ ഓടിയിട്ടുള്ളതുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കവേഡായിട്ട് കിട്ടും. അപ്പം ഈ ഇടയ്ക്ക് രാവിലെ ഞാൻ ഒരു വീഡിയോ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത്. കാരണം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ടാറ്റ AG ഇൻഷുറൻസ് വഴി എടുക്കാവോ, അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സർവീസ് സെൻറ്ററിലും ഇത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള തെറ്റായ ധാരണകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ, അപ്പോൾ ഒരിക്കലും ചില കാര്യം എല്ലാം കമ്പനി അങ്ങ് ചുമ്മാ കൊടുക്കുമോ? അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.